ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിന്നൊരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ അത് രാവിലെ തന്നെ ശ്രീകുട്ടന് ജോലിയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നേരം കിടന്നുറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. എന്നാലൊരു 7 മണി വരെയൊക്കെ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ തന്നെ മീൻ കറിയും കൊഴുവയാണ് ഉണ്ടായിരുന്നത്. കൊഴുവ മാങ്ങിയിട്ട് വെച്ചു. പിന്നെ അത് തന്നെ വറുത്തു. പിന്നെ ഞാൻ വിചാരിച്ചൊരു കോവയ്ക്ക ഫ്രൈയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പറമ്പിലുള്ള കോവയ്ക്കൊരു 5-10 ഉണ്ടായിരുന്നു. അതൊന്ന് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. അത് കഴിഞ്ഞ് ഇതാ നാളികേരം അരച്ച് നല്ല അടിപൊളിയായിട്ട് അരഞ്ഞു കിട്ടാൻ. ഞാൻ മറ്റേ ജാറിൻ്റെ ബ്ലേഡ് പൊട്ടിയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ പുതിയ ജാർ എടുത്തത് കൊണ്ടായിരിക്കാം നല്ല മൂർച്ചയുണ്ട്. നല്ല ബ്ലേഡാണ്. നന്നായിട്ട് അരഞ്ഞ് തേങ്ങാപ്പാലൊഴിച്ച് കറി വയ്ക്കുന്ന പോലെ തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ മീൻ കറി എന്ന് പറയുന്നത്. ഒരു തരി പോലും ഇല്ലാണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇത് ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുള്ള കാരണം പിന്നെയും ബോറടിക്കണ്ടെന്ന് വെച്ചിട്ട് ഇതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ അത് അവൻ്റെ ഫ്രണ്ടിനും കൂടി ചോറ് വേണമെന്ന് പറഞ്ഞു. ചോറ് ഇത്തിരി കൂടുതൽ ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. എന്നാലും ഞാൻ വിചാരിച്ചു ഒരു പാത്രത്തിൽ ഇത്തിരി ചോറ് കൂടുതലെടുത്താൽ ഉച്ചയ്ക്ക് വിശപ്പ് മാറില്ലല്ലോ. അപ്പോൾ അത് കാരണം ആ കുട്ടി മീൻ കഴിക്കില്ല, മീൻ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ആ കോവയ്ക്ക വറുത്തതും പിന്നെ ഒരു മുട്ടയും കൂടി പൊരിച്ച് വെച്ചത്. പിന്നെ ശ്രീകുട്ടന് പിന്നെ മീൻ വറുത്തത് മീൻ കറിക്ക് ഉണ്ടാക്കിയത് ധാരാളമാണ്. അവന് ഇഷ്ടമാണ് കേട്ടോ. മീൻ കറി വലിയ ഇഷ്ടമൊന്നുമില്ല, മീൻ വറുത്തതിനോടാണ് ഇഷ്ടം. അപ്പോൾ മീൻ വറുത്തുള്ള കാരണം കുഴപ്പമില്ല. അങ്ങനെ മീൻ കറി കൊണ്ടുപോകാനുള്ള മടിയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അവന് ചാറ് വേണം. അത് കാരണം പിന്നെ ഞാൻ മീൻ കറി വെച്ചത്. രാത്രിക്ക് വെച്ചാൽ മീൻ വറുത്തത് മാത്രമായിട്ട് അവൻ ഫുഡ് കഴിക്കാറുണ്ട്. അങ്ങനെ അപ്പോൾ അവൻ പോയി. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അലക്കാനായിട്ട് കുറേ അലക്കാനുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ക്ലീനിങ്ങും ഇതൊക്കെ ഇങ്ങനെ. അപ്പോൾ ഇന്നൊരു കിച്ചൺ ക്ലീനിങ്ങും സ്റ്റോർ റൂം ക്ലീനിങ്ങും പിന്നെ തുണികൾ കഴുകലും അങ്ങനെയൊക്കെയാണ് ഇന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ തുണികൾ ആദ്യം തന്നെ എടുത്തു. മിഷനിലിടാനുള്ളത് മിഷനിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു ലോഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. 2-3 ലോഡ് അടിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ കഴുകാനുള്ളതുണ്ട്. പായും എല്ലാ പായും എടുത്തു. പിന്നെ തലോണകളൊക്കെ എടുത്ത് വീരിയൊക്കെ എടുത്ത് അത് കഴുകി. പിന്നെ തലോണകളൊക്കെ എടുത്ത് വെയിലത്ത് ഇട്ട് കുറേ ദിവസം അങ്ങനെ അകത്തിരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു സ്മെല്ല് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ വെയിലത്തിട്ട് ഉണക്കുമ്പോൾ നല്ല അടിപൊളി. പായ അങ്ങനെ എല്ലാതും ഉപയോഗിക്കുന്നതൊന്നല്ല. ഞങ്ങളിപ്പോൾ ഉഷ്ണമായ കാരണം ഹാളിൽ ഞാനും ചേട്ടനും കിടക്കുമ്പോൾ പായ എടുക്കുന്നു മാത്രം. പിന്നുള്ള പായം പിന്നെ ആകെ ശ്രീകുട്ടൻ മാത്രമാണ് പായൽ കിടക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ കിടക്കലെടുക്കും പായുന്നുണ്ടാവില്ല. എന്നാലും പായ 6 ഉണ്ട്. അപ്പോൾ അതിങ്ങനെ വെറുതെ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസമായില്ലേന്ന് വിചാരിച്ചിട്ട് അതൊന്ന് കഴുകിയിട്ടു. അങ്ങനെ ഒരു മുക്കിലിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഇടാമെന്ന് വെച്ചിട്ട് പിന്നെ കിച്ചൺ ടവലും അങ്ങനെ എല്ലാതും കഴുകിയെടുത്തു. പിന്നെ നമ്മുടെ ഈ വെള്ളം അത്ര നല്ലതല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കഴുകിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ കളറ് വരും വെള്ളത്തിന്. പിന്നെ ഞാൻ ഊരി പിഴിയുമ്പോൾ ഊരി പിഴിഞ്ഞ് നേരെ ബക്കറ്റിലേക്ക് ഇടാം. വേഗം ഊരി കല്ലുമ്മയ്ക്ക് വെക്കും. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെ ഊരുമ്പോൾ എനിക്കങ്ങനെ നല്ല എളുപ്പമാണ് കേട്ടോ ഊരി പിഴിയുമ്പോൾ. ഇനി അതിന് വേറെ അർത്ഥം കാണണ്ട. ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയൂലേ. അങ്ങനെ പായൊക്കെ തല്ലി അലക്കുമ്പോൾ കേടൊന്നാവില്ല. 2 തല്ലില്ലെങ്കിൽ അത് വെളുക്കില്ല എന്ന് എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ്. അത് കാരണം കൊണ്ട് ഞാൻ 1-2 വട്ടം ഒന്ന് തല്ലിയിട്ടൊക്കെ അലക്കും. അങ്ങനെ പായ കഴുകലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ അത് മുകളിലേക്ക് കുറച്ച് നേരം വെച്ചു കേട്ടോ. അപ്പോൾ അതിനകത്തെ വെള്ളമൊക്കെ വന്ന് പിന്നെ ഞാനത് കഴിപ്പിടിച്ച് മുകളിലേക്ക് കുറച്ചൊക്കെ ചേട്ടൻ അവിടെ വിരിച്ചിടുന്നുണ്ട്. ചേട്ടനും കൂടി ഹെൽപ്പ് മേടിച്ചു. പിള്ളേരില്ലാത്ത കാരണം സുഖമായിട്ട് ക്ലീനിങ്ങിനൊക്കെ നല്ല എളുപ്പമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അവർ നമ്മളെന്തെങ്കിലും ഒരു പണി തുടങ്ങിയിരിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാണ്ടോ എന്ന് ചോദിച്ചു വരും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ സമയം പോയി. അപ്പോൾ കുറേ ടൈം അങ്ങനെ പോകില്ല. ഇതാകുമ്പോൾ നമുക്ക് ആ കാലത്തെ മീൻ കറി അതൊക്കെ തന്നെ മതി എനിക്ക് ചേട്ടനാകുമ്പോൾ. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ഷേക്കൊക്കെ അടിച്ചു കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാതും ഇവിടെ കൊണ്ട് വിരിച്ചിട്ടു. കുറേയൊക്കെ അഴയമിട്ടു, കുറേയൊക്കെ ഇങ്ങനെ ഇട്ടു. പിന്നെ എല്ലാതും അഴയമൊന്നും തികയുന്നുണ്ട്, സ്ഥലം പോരാട്ട. അത് കാരണം കൊണ്ട് പിന്നെ ഇവിടെ തന്നെ ഇട്ടു. പിന്നെ പൊടിയൊന്നും ഇല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നത് കേട്ടോ ടെറസൊക്കെ. അപ്പോൾ ചേട്ടൻ ക്യാമറയിൽ കൂടെ നോക്കിയിട്ട് ആ വ്യൂ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയണം. പക്ഷെ ഞാൻ ആ ശബ്ദം ഇടാമെന്ന് വിചാരിച്ചപ്പോഴേ ചേട്ടൻ എന്തോ കഴിച്ചുകൊണ്ടിരിക്കണം ശബ്ദം, ആ കടിക്കണ ശബ്ദമൊക്കെ ക്യാമറയുടെ അടുത്ത് കൊണ്ട് സംസാരിച്ച് അങ്ങനെ കഴിച്ചിട്ട് അതിൻ്റെയൊക്കെ ഒരു ശബ്ദം ഒരു സുഖമില്ലാത്ത പോലെ തോന്നി. അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടാതെ വെച്ചു. പിന്നെ നമ്മുടെ വാഴത്തോട്ടം ആകെ നശിച്ചുവിട്ട ആ ചേട്ടൻ ഇപ്പം ഇല്ല. ആ വാഴ വെച്ച ചേട്ടൻ ഇപ്പം ഇല്ല. അതിൻ്റെ മോനാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ മോൻ അത്ര അങ്ങോട്ട് അറിവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ആ വാഴകളൊക്കെ സൈഡിൽ ഇങ്ങനെ മുളക്കില്ലേ, അതൊക്കെ മുറിച്ച് കളയാണ്ടൊക്കെ കായക്കൊല തോടം വയ്ക്കാണ്ടൊക്കെ ഓരോന്നോരോന്നൊക്കെ പഴുത്തും തുടങ്ങി. ഒന്നും തോടവും വെച്ചിട്ടില്ല കേട്ടോ. കിളികളും വവ്വാലും ഒക്കെ വന്ന് കൊത്തി തിന്നുക. സങ്കടം തോന്നും കേട്ടോ നമുക്ക് ആ വാഴത്തോട്ടത്തിൻ്റെ അവസ്ഥ കണ്ട. എത്രയോ കാശ് ചിലവാക്കിയിട്ടായിരിക്കും ആ പാവം അതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ടത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയി. എന്താ ചെയ്യുക അല്ലേ. അതങ്ങനെ പോട്ടെ.
പിന്നെ ഞാൻ വിചാരിച്ചു കിച്ചൺ ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ എന്ത് കിട്ടിയാലും ആർക്ക് എന്ത് കിട്ടിയാലും ഡൈനിങ് ടേബിള് ഫ്രിഡ്ജിൻ്റെ മുകൾ ഭാഗം ഈ 2 സ്ഥലത്താണ് എല്ലാവരും കൊണ്ടുവയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസമൊക്കെ എത്തുമ്പോൾ ഞാനിങ്ങനെ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കും. ഡൈനിങ് ടേബിള് സ്ഥിരം എന്നും ക്ലിയർ ആക്കും, കാര്യമൊന്നുമില്ല. പിറ്റേ ദിവസം രാവിലെ തുടങ്ങി വീണ്ടും കൊണ്ടുവയ്ക്കും, വീണ്ടും ഞാൻ ക്ലിയർ ആക്കുക, അങ്ങനെ തന്നെയാണ് കേട്ടോ. ഫ്രിഡ്ജ് എന്തായാലും അതിൻ്റെ മുകളിൽ ക്ലിയർ ആക്കില്ല. അപ്പോൾ അതോടുകൂടി ഒന്ന് പുറമൊന്ന് തുടച്ചിട്ടു. പിന്നെ ഇതിലിതാ നിറയെ മുട്ടയൊക്കെ വാങ്ങിച്ചു കൊണ്ടിട്ട് ആ കവറുകളുണ്ടല്ലോ, അതങ്ങനെ ഇരിക്കുകയാണ്. ദിവസം 5-6 മുട്ട എന്തായാലും വാങ്ങിക്കേണ്ടി വരും. എന്താ പറയുക, കറികൾ കുറയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണത് ഈ മുട്ട പൊരിച്ചതുമ്പോൾ വെച്ചിട്ടാട്ടാ, അങ്ങനെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് അങ്ങനെ ചെയ്തതല്ലേ, ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ച് വെറുതെ തുടച്ചു. വലിയ തുടയ്ക്കലൊന്നുമല്ല, എന്നാലും ഒരു ടവലൊന്ന് നനച്ച് തുടച്ചു എന്ന് മാത്രം. നല്ല വൃത്തിയായി കേട്ടോ. ഇടയ്ക്കാഴ്ചയിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ തുടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നും അങ്ങനെ വരില്ല. അതിൻ്റെ ആ ട്രേയിൽ നിറയെ അഴുക്കുണ്ടായിരുന്നു, ഇങ്ങനെ പച്ചക്കറിയും മാങ്ങപ്പഴുത്തതൊക്കെ കൊണ്ടുവന്നിട്ടിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊന്ന് തേച്ച് കഴുകി തുടച്ചിട്ട് വെച്ചു. ബാക്കിയുള്ളതൊക്കെ വെറുതെ തുടച്ചെടുത്തു. പിന്നെ ഞാൻ ഈ ഡോറുമ്പോൾ നോക്കിയപ്പോൾ കുറേ സാധനങ്ങൾ ഡേറ്റ് കഴിഞ്ഞതും, നമ്മൾ കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഡേറ്റ് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ എടുത്ത് കളഞ്ഞു കേട്ടോ. നിറയെ കുഞ്ഞു കുഞ്ഞു കുപ്പികളാണ് കേക്കിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഡെക്കറേഷൻ്റെ അതും ഇതൊക്കെ. പക്ഷേ ഡേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് കാരണം അതൊക്കെ എടുത്ത് കളഞ്ഞതാ. ഫ്രിഡ്ജ് നല്ല വൃത്തിയായി കേട്ടോ. അങ്ങനെ അതൊക്കെ വെച്ചു. ഇനി എല്ലാം കഴിഞ്ഞ് അടച്ചു കേട്ടോ. പിന്നെ ഇനി കുറച്ച് വെള്ളമൊക്കെ നിറച്ച് വയ്ക്കണം. പിന്നെ ഐസ് ആക്കി വെക്കണം. ഇപ്പോൾ ഐസ് ആക്കി വെക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല വേനൽക്കാലമല്ലേ, ഇപ്പോൾ ഷേക്ക് അടിക്കലും ജ്യൂസ് അടിക്കലും അങ്ങനത്തെയൊക്കെ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐസ് അത്യാവശ്യമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇതിലൊക്കെ ആക്കി വെള്ളമൊക്കെ ആക്കി ഐസും വെച്ചു. പിന്നെ നിറയെ വെള്ളം കുപ്പിയൊന്നും ഇവിടെ വയ്ക്കാറില്ല കേട്ടോ. ഞാൻ വെക്കുകയില്ല എന്ന് വെച്ചാൽ പിള്ളേർക്കൊക്കെ വയ്യാണ്ടാവും എന്നുള്ള രീതിയിൽ. ഇപ്പം പിന്നെ പുറത്തുനിന്ന് പോയി വന്നിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് പോയി വന്നിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഇല്ലെങ്കിൽ ആർക്ക് സമാധാനം ലാഗാവുണ്ട്. ഞാനൊന്ന് സംസാരിക്കുന്നത് ഭയങ്കര സ്ലോ പോലെ അല്ലേ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൂട്ടുകാർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളാം. അപ്പോൾ അങ്ങനെ വെള്ളവും നിറച്ച് വെച്ചു, ഐസും ആക്കി വെച്ചു. പിന്നെ കുറച്ച് പാലുണ്ടായിരുന്നു. രാവിലെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചായയൊന്നും കാണിച്ചില്ല അല്ലേ കൂട്ടുകാർക്ക്. അപ്പോൾ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ബാക്കി പാൽ ഞാൻ കാച്ചിയിട്ട് ഫ്രീസറിലേക്ക് വെച്ചു. ഇനി നിറഞ്ഞേണ്ടി പാൽ സർബത്തോ അല്ലെങ്കിൽ മാംഗോ ഷേക്കോ എന്തെങ്കിലുമൊക്കെ അടിക്കണമെന്ന് തോന്നുകയെന്ന് വെച്ചാൽ പാലെന്തായാലും ഫ്രീസറിൽ വെക്കണമല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പച്ചപ്പാലുകൊണ്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലാകുമ്പോൾ നമ്മളെപ്പോഴും കാച്ചിയ പാൽ തന്നെയാണ് ഉപയോഗിക്കുക. പിന്നെ ആ ടിന്നുകൾ കുറേ ഞാൻ ഒഴിവാക്കി എന്ന് പറയില്ല, അതൊക്കെ കളഞ്ഞതൊക്കെ ഇത്രയും പാത്രങ്ങൾ ഒഴിവാക്കി കളഞ്ഞിട്ട് അതൊക്കെ കഴുകി ഉണക്കി വെച്ചു. പിന്നെ എനിക്ക് ഇത്ര പണികളായപ്പോഴേക്കും ഭയങ്കര ചൂടെടുക്കണ പോലെ തോന്നി. അപ്പോൾ തലേദിവസം മാങ്ങ ചെത്തിയിട്ട് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അത് എടുത്തുങ്ങാണ്ട് ഷെയ്ക്കിന് നമുക്ക് ഐസ്ക്രീമൊക്കെ വേണം, എന്നാലും നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ അത് ആ ഫ്രീസ് ചെയ്ത മാങ്ങയും പാലും പഞ്ചസാരയും ഒക്കെ കൂടി ഒന്ന് അടിച്ചു കേട്ടോ. അപ്പോൾ ചേട്ടൻ എന്ന് പറയേണ്ടായിരുന്നു ഒരു ഏലക്കായും കൂടി ഇട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒരു ഏലക്കായും കൂടി ഇടാന്നേ. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി ഒരു ഐസും കൂടി ഇട്ട് അടിച്ചാൽ നല്ലതാണ് കേട്ടോ, കുറച്ച് ലൂസ് കിട്ടും. ഞാൻ പക്ഷെ അതിനൊന്നും പോയില്ല, ഞാൻ ആ കട്ടിയിൽ തന്നെ കുടിക്കുകയാണ് ചെയ്തത് കേട്ടോ. എനിക്കങ്ങനെ വലിയൊരു കുഴപ്പം തോന്നിയില്ല. ഇതൊക്കെ റെഡിയാക്കി ചേട്ടനെ പോയി വിളിച്ചപ്പോൾ ചേട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ അയ്യോ ഛർദ്ദിക്കാൻ വരുന്നത് പറ്റണില്ല എന്നൊക്കെ ഒരു ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റപ്പോഴേ, എന്നാൽ പിന്നെ പോയി കിടന്നോ എന്ന് പറഞ്ഞ് ഞാനത് ഒരു ഗ്ലാസ് എടുത്ത് മൂടി ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഒരു ഗ്ലാസ് ഞാൻ പതുക്കെ പോയിരുന്നു, ഫ്രണ്ടിൽ പോയിരുന്നു, ബാക്കിൽ ഭയങ്കര വെയിലാണ് കേട്ടോ. അത് കാരണമാണ് അവിടെ പോയിരുന്ന് കുടിച്ചു. പിന്നെ വീണ്ടും നമ്മുടെ കിച്ചൺ ഡീപ്പ് ക്ലീനിങ്ങിന് തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തിൽ എങ്ങനെ ക്ലീനിങ് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു ഭയങ്കര അസ്വസ്ഥത കേട്ടോ. ഇരിക്കാനും കിടക്കാനും ഒന്നും പറ്റാത്ത പോലെ തോന്നും, അവിടെ ഇവിടെ ഒന്നും വൃത്തിയില്ല എന്നൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ തോന്നി തുടങ്ങിയപ്പോഴാണ് ഞാനിങ്ങനെ ഒരു ക്ലീനിങ് വിചാരിച്ചത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗവും ക്ലീനിങ്ങിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് തലേദിവസത്തെ ആയിരുന്നു. അത് ഞാൻ അടുത്ത ദിവസം ഇടാം കേട്ടോ. എൻ്റെ പിറന്നാളുണ്ടായിരുന്നു, പിറന്നാളിൻ്റെ സ്പെഷ്യലും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു വീഡിയോ അടുത്ത ബുധനാഴ്ച ഇടാം. വലിയ ആഘോഷങ്ങളുണ്ടായില്ലെങ്കിലും എന്നാലും. അപ്പോൾ അതാ നമ്മുടെ അവിടെയൊക്കെ ഒന്ന് തുടയ്ക്കണം, പല്ലികളെയും നമ്മളെ പണി പറ്റിക്കാം. പക്ഷേ നമ്മൾ ആ പാത്രം കഴുകുന്നിടത്താണ് പല്ലികളുടെ വാസമായിരുന്നത്. ഇപ്പോൾ താമസ സ്ഥലം മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടേക്ക് ഒന്ന് വെള്ളം മുക്കി തുടച്ചു. പ്രത്യേകിച്ച് ലിക്വിഡോ അങ്ങനെ ഒന്നും ഉപയോഗിക്കേണ്ട, എന്നും നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി വല്ലപ്പോഴൊക്കെയാണ് ക്ലീൻ ആക്കുന്നത്, ഭയങ്കരമായിട്ട് ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ വിനാഗിരി ഉപ്പിലും മുക്ക് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ തുടയ്ക്കുമ്പോഴേക്കുന്ന ലിക്വിഡിൻ്റെ പേര് ഞാൻ മറന്നുപോയി.
അപ്പോൾ അതായാലൊക്കെ ഒന്ന് മുക്കിയിട്ട് തുടയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്ന് എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. പിന്നെ കൗണ്ടർ ടോപ്പ് ഗ്യാസിൻ്റെ ബർണർ നല്ല അത്യാവശ്യം വൃത്തികേടായിട്ടുണ്ടായിരുന്നു. മീൻ വറക്കുമ്പോൾ അങ്ങനെയുള്ള ആകെ പൊട്ടിത്തെറിച്ചിട്ട് ആകെ വൃത്തികേടാവും. അപ്പം ഞാൻ ആദ്യം ഈ കളയണ നമ്മൾ പാത്രം കഴുകിയിട്ട് കേടാവണ സ്ക്രബ്ബറും ആ സ്പോഞ്ചൊക്കെ ഞാൻ എടുത്ത് വയ്ക്കും. അത് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ദാ ഈ ബർണറിൻ്റെ ഇത് ഇരുമ്പിൻ്റെ ബ്രഷ് വെച്ചിട്ടാണ് ഇങ്ങനെയൊന്നും അരയ്ക്കണത്. അപ്പോൾ വല്ല തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ വേഗം ക്ലിയർ ആയിക്കോളും. കത്തലൊക്കെ കുറവുണ്ടെങ്കിൽ ഒന്ന് റെഡി ആവും കേട്ടോ. അപ്പോൾ പുതിയ കുട്ടികളൊക്കെയാണ് ഇങ്ങനെ ഇരുമ്പിൻ്റെ ബ്രഷൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ടോളൂ കേട്ടോ. എന്താ വെച്ചാൽ അവർക്ക് എന്തായാലും കൈ വേദനിക്കും. എനിക്ക് തന്നെ അത്യാവശ്യം വേദനിച്ചു. പിന്നെ നമ്മൾ ചെയ്ത് ശീലമായ കാരണം അങ്ങനെ അങ്ങോട്ട് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ പൈപ്പിൻ്റെ അവിടെ കാണിച്ച് ഒന്ന് ഉണക്കിയിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലത്. ഞാൻ അങ്ങനെ തന്നെ വച്ചു കേട്ടോ. എന്താ വെച്ചാൽ കുറേ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുപ്പ് കത്തിക്കാനുള്ള അത് അവിടെ ഇരുന്ന് ഉണങ്ങിക്കോളും. അത്രയും വേനൽക്കാലമല്ലേ. അങ്ങനെ ഗ്യാസൊക്കെ തെച്ച് കഴുകി കഴിഞ്ഞു. പിന്നെ അതിൻ്റെ അടിഭാഗത്തും ഒക്കെ നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി. അവിടെയും ഈ പറഞ്ഞ മാതിരിയും കുറേശ്ശെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ പ്രാവശ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ മീൻ വറുത്ത കാരണം കൊണ്ട് മാത്രം അത്യാവശ്യം ഒന്ന് പൊട്ടിത്തെറിച്ച് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇതേപോലെ തന്നെ സ്പോഞ്ച് ഉപയോഗിച്ച് സോപ്പ് ഇട്ടിട്ട് ഞാൻ നല്ലോണം ഉരച്ച് കഴുകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നനഞ്ഞ തുണി ഇതേപോലെ കേട്ടോ, നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചെടുക്കും. അങ്ങനെ ചെയ്യാറുള്ളൂ. പിന്നെ കഴുകാൻ നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ അങ്ങനത്തെ ചെയ്യാണ് നല്ലത്. എനിക്ക് ഇവിടെ വെള്ളം എടുത്ത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് പോകും, ഭയങ്കര വൃത്തികേടും ബുദ്ധിമുട്ടൊക്കെ ആവും കേട്ടോ. അത് കാരണം കൊണ്ട് ഞാനത് ചെയ്തില്ല. ഇങ്ങനെ ക്ലീനായി. പിന്നെ എല്ലാതും അങ്ങോട്ടേക്ക് വെച്ചു. ഇതൊന്നും എടുത്ത് തുടയ്ക്കാൻ നിന്നില്ല കേട്ടോ. ഈ ഒരു ദിവസം എനിക്ക് വേറെയും കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതൊന്നും എടുത്ത് തുടയ്ക്കാൻ നിന്നില്ല. പിന്നെ അതൊക്കെ അതിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റി വെച്ചു. ചോറും മീൻകറിയും നമ്മുടെ ഉപ്പും പുളിയൊക്കെയാണ് കേട്ടോ. ആശാന്മാരവിടെ ഇരിക്കട്ടെ. പിന്നെ മീനും വറുത്തതും മീൻകറിയും. പിന്നെ ഞാൻ ഈ ജനലേമയ്ക്ക് തുടയ്ക്കാനായിട്ട് വന്നു. ഈ ജനലേറെ പാത്രങ്ങൾ വെക്കില്ലേ, അതിൻ്റെ അടിയിലായിരുന്നു പല്ലിയുടെ താമസമായിരുന്നത്. ഇപ്പോൾ അവർ ആ കോർണർ സ്റ്റാൻഡ് ഇല്ലേ, അവിടെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. അവിടെയാണ് ആകെ വൃത്തികേടാവുന്നത്. ഇവിടെയൊന്നും വലിയ കുഴപ്പമില്ല. ഇത്തിരിശ പൊടി ഉണ്ടെന്നുള്ളൂ. അതൊന്നും ഞാൻ തുടച്ച് വൃത്തിയാക്കി എടുത്തു കേട്ടോ. അവിടെ പിന്നെ മിക്ക ദിവസവും ഞാൻ തുടയ്ക്കണതൊക്കെ തന്നെയാണ്. അത് കാരണം കൊണ്ട് വലിയ അഴുക്ക് എന്ന് പറയാനൊന്നുമില്ല. എന്നാൽ അതൊക്കെ തുടച്ചു. പിന്നെ ഇതൊന്ന് പൊന്തിച്ച് കിട്ടിയപ്പോൾ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പ് പാത്രം വയ്ക്കാനും കൂടി കിട്ടിയ പോലെ ആയി കേട്ടോ. നല്ല അടിപൊളിയായി. ഈ ബുദ്ധി എന്തേ നേരത്തേക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ ദിവസം ഓരോ കാരണങ്ങളാണ് അത് ചെയ്യാണ്ടിരിക്കാനായിട്ട്. പിന്നെ പൈപ്പിനെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി. പൈപ്പിൻ്റെ ഭാഗത്തെയും ഗ്യാസിൻ്റെ ഭാഗത്തെയും നമ്മുടെ ആ സൈഡ് ഉണ്ടല്ലോ നന്നായിട്ട് തേച്ച് കഴുകണം. പിന്നെ നമ്മുടെ കൊട്ടത്തളം എന്നല്ലല്ലോ പറയാം, സിങ്ക്. കൊട്ടത്തളം നമ്മൾ പഴയ വീട്ടിൽ അങ്ങനെയാണ് പറയാറ് കേട്ടോ. ഇതിനെ സിങ്ക് എന്ന് പറയാം. അപ്പോൾ ഈ ബ്രഷൊക്കെ ഉണ്ട്. അതിനൊന്നും ഗിഫ്റ്റ് തന്നതിലുള്ളതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതും ആ ഇരുമ്പിൻ്റെ ബ്രഷ്, വൈപ്പർ, അങ്ങനെ ഇതൊക്കെയും. അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലും ഇവിടെയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കഴുകി അതൊന്ന് വൃത്തിയാക്കി എടുത്തു. അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞ്. ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് അഴുക്ക് പിടിച്ചിരിക്കും കേട്ടോ. നമ്മൾ പാത്രം കഴുകുമ്പോൾ ഒക്കെ അങ്ങനെ വെച്ചിട്ടൊക്കെ. അങ്ങനെ അതും കഴിഞ്ഞ് അതൊക്കെ കഴുകി എടുത്ത് വെച്ചു. പിന്നെ ഞാൻ ആ മിക്സിയുടെ ഭാഗം ഒന്ന് തേച്ച് കഴുകി. അവിടെ ആ ഒരു മോൾ ഭാഗത്താണ് നല്ല അടിപൊളിയായിട്ട് അഴുക്കുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞാൻ പറയില്ലേ പല്ലിയുടെ താമസാക്കിയെന്ന്. അപ്പോൾ അവിടെയൊക്കെ ആ ഒരു സൈഡും ആ കോർണറും അവിടെയൊക്കെ ഞാൻ നന്നായിട്ട് തുടച്ചെടുത്തു. എല്ലാം കോർണറൊക്കെ പൊന്തിച്ച് തുടച്ചു കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞ് പിന്നെ അടിഭാഗം ഞാൻ ഈ ഒരു തുടയ്ക്കണത് വെച്ചിട്ട് തുടച്ചത് എന്താ വെച്ചാൽ മറ്റേതിൽ വെള്ളം നിറച്ചിട്ടില്ല. പെട്ടെന്ന് അടുക്കള തുടച്ച് പോകാനായിട്ട്. പിന്നെ വേറെ കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അത് വേറൊരു വീഡിയോ ആയിട്ട് വരും. എല്ലാതും കൂടി ഒറ്റ ദിവസത്തിലിട്ടിട്ടുണ്ടെങ്കിൽ ബോറാവില്ലേ. അപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് വന്നൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് പിന്നെ ആ തുണികളൊക്കെ എടുത്ത് ഒന്ന് മടക്കി വയ്ക്കുക. അപ്പോൾ നമ്മുടെ കാന്താരി, നമ്മുടെ പൂച്ചക്കുട്ടികൾ ചത്തുപോയില്ലേ, ആ കുട്ടികളുടെ അമ്മ പൂച്ച നന്നായിട്ടില്ല കേട്ടോ. അങ്ങോട്ട് ഭയങ്കര ക്ഷീണമാണ് അവൾക്ക്. മരുന്നൊക്കെ കൊടുത്തു ഞാൻ, എന്നാലും അങ്ങോട്ട് എടുത്ത് പോന്നിട്ടില്ല. അപ്പോൾ അവൾക്ക് ചോറ് വേണം. ചോറ് ആവശ്യം ഉണ്ടാകുമ്പോഴാണ് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരിക. നമ്മളോട് വലിയ ഇണക്കൊന്നുമുള്ള പൂച്ചയല്ല, പക്ഷേ ആവശ്യങ്ങളുണ്ടാകുമ്പോൾ ഇണങ്ങാനൊക്കെ വരും കേട്ടോ. ഭയങ്കര സൂത്രമാണ്. അങ്ങനെ തുണികളൊക്കെ എടുത്ത് കുറേ നേരം അതിനിടയ്ക്ക് റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് തുണികളൊക്കെ എടുത്ത് മടക്കി പിള്ളേരുടെ അലമാരി തുറക്കാൻ വന്നപ്പോൾ നിറയെ അലങ്കോലമായിട്ട് കിടക്കണം. ഇത് ഞാൻ പുറത്ത് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ നാളെ വീണ്ടും അലങ്കോലാവും. അപ്പം ഞാൻ വിചാരിച്ച ആ അലമാരി ഒന്ന് ഒതുക്കാന്ന്. ചെറിയ അലമാരിയില്ല, അധികം തുണികളൊന്നുമില്ല പിള്ളേർക്ക്. വീട്ടിലിടുന്നത് കുറേ ഉണ്ട്. അപ്പോൾ പിന്നെ അതങ്ങനെ ഉപയോഗിക്കണമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇന്നങ്ങടെ ശ്രീകുട്ടിന് ഇത്ര ഇപ്പോഴത്തെ ഷർട്ടും ട്രൗസറൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലിടായിരുന്നു. പക്ഷേ ആകെ 1-2 മാത്രമാണ് അവ ഇട്ട് കാണാറ്. അങ്ങനെ അതൊക്കെ എടുത്ത് മടക്കി വെച്ചു. അതെന്തോ ഒരു ബാഗിൻ്റെ അങ്ങനെ എന്തോ ഒരു കവറായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അലമാരിയൊക്കെ അടച്ച് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാർക്ക്? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ.
അപ്പോൾ ഇനി ബുധനാഴ്ച മിക്കവാറും എൻ്റെ പിറന്നാൾ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വരിക കേട്ടോ. അപ്പോൾ അതാ ശ്രീകുട്ടന് വൈകുന്നേരം വരുമ്പോൾ കഴിക്കാനായിട്ട് മാങ്ങ ചെത്തി വെച്ചു. പക്ഷേ വന്നപ്പോൾ പാൽ സർബത്താണ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്ത വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ.